സംസ്ഥാനത്ത് ഡെങ്കിപ്പനി പടരുന്നു. തലസ്ഥാന ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ഡെങ്കി ബാധിതർ. ഡെങ്കിപ്പനി പടരുന്നു. മഴക്കാല രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാണെങ്കിലും വീടും പരിസര പ്രദേശങ്ങളും വൃത്തിയായി സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പ് നൽകുന്നത്. കേരളത്തിലെ നഗരപ്രദേശങ്ങൾ ഡെങ്കിപ്പനിയുടെ ഭീഷണിയിലെന്ന് ആരോഗ്യവകുപ്പിന്റെ കണ്ടെത്തൽ. നഗരസഭകൾ കൊതുക് നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ വേണ്ട നിലയിൽ നടപ്പാക്കാത്തതാണ് പ്രധാന കാരണം. ഡെങ്കിപ്പനിക്ക് കാരണമായ വൈറസിന് ജനിതക മാറ്റം സംഭവിക്കുന്നുണ്ടോ എന്നത് പരിശോധിക്കണം. ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാതെ പ്രതിരോധം സാധ്യമാകില്ലെന്നും വിദഗ്ധർ പറഞ്ഞു. മലപ്പുറത്തും പനി പടർന്നു പിടിക്കുകയാണ്. ഡെങ്കിപ്പനി പടർന്നു പിടിക്കുമ്പോഴും കൊതുക് പെരുകുന്നത് തടയാനാകാതെ മലപ്പുറം ജില്ല. കടുത്ത വേനലിന് അറുതി വരുത്തി കേരളക്കരയിൽ കാലവർഷമെത്തി. മഴ കനത്തതോടെ നമ്മുടെ പരിസരങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു. ഇതിലേറെയും രോഗങ്ങൾ പരത്തുന്ന കൊതുകുകൾക്ക് മുട്ടയിട്ട് പെരുകാൻ സാഹചര്യമൊരുക്കുന്നവയാണ്. മഴയും തണുത്ത കാലാവസ്ഥയും കൊതുകുകളുടെയും രോഗകാരികളായ വൈറസുകളുടെയും വ്യാപനത്തിന് കൂടുതൽ അനുകൂലമായ അവസ്ഥ സൃഷ്ടിക്കുന്നു. മഴക്കാലത്ത് പ്രത്യേകമായിട്ട് കൊതുക് പരത്തുന്ന രോഗങ്ങൾ, അതുപോലെ വായുവിലൂടെയും സ്രവങ്ങളിലൂടെയും പരത്തുന്ന രോഗങ്ങൾ, വെള്ളത്തിലൂടെ പരത്തുന്ന രോഗങ്ങളൊക്കെ ജില്ലയിലുണ്ട്. അതിൽ കൊതുക് പരത്തുന്നത് പ്രധാനമായിട്ട് ഡെങ്കിപ്പനി, അതുപോലെ പിന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് മലേറിയ, അതുപോലെയുള്ള അസുഖങ്ങളുണ്ട്. വെള്ളത്തിലൂടെ പകരുന്നത് മഞ്ഞപ്പിത്തം അഥവാ ഹെപ്പറ്റൈറ്റിസ് എ, പിന്നെ ടൈഫോയിഡ്, പാരാടൈഫോയിഡ് അസുഖങ്ങൾ, പിന്നെ H1N1 ആണ് മറ്റ് വായുവിലൂടെ പകരുന്ന രോഗം അല്ലെങ്കിൽ സ്രവങ്ങളിലൂടെ പകരുന്നതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാധാരണ മഴക്കാലത്ത് അല്ലാതെയും കൊതുകുജന്യ രോഗങ്ങൾ നമുക്ക് കണ്ടു തുടങ്ങി എന്നുള്ളതാണ്. ഈ വർഷം പ്രത്യേകിച്ച് ജനുവരി മുതൽ തന്നെ നമുക്ക് ഡെങ്കിപ്പനി കേസുകൾ ധാരാളമായിട്ട് റിപ്പോർട്ട് തുടങ്ങിയിരുന്നു. അത് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് വേനൽക്കാലവും നമുക്ക് കൊതുകുജന്യ രോഗങ്ങളിൽ നിന്ന് പ്രതിവിധി കാണേണ്ടതുണ്ട്. മഴക്കാല രോഗങ്ങളിൽ ഏറ്റവും മാരകമായത് ഈഡിസ് ഈജിപ്റ്റി പരത്തുന്ന ഡെങ്കിപ്പനിയാണ്. സാധാരണ പനികൾ പോലെ തന്നെയാണ് ഡെങ്കിപ്പനി, വൈറൽ പനിയാണ്. മുമ്പേ നമ്മൾ വൈറൽ പനി എന്നൊക്കെ പറഞ്ഞ് മുമ്പ് വർഷങ്ങളായിട്ടുള്ളത് തന്നെയാണ്. അതിപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ, അതായത് രക്തപരിശോധനകളും പിന്നെ ഈ വൈറസ് കൊണ്ട് ഉണ്ടാകുന്ന അസുഖം ഓരോ വർഷം കൂടുന്തോറും ടൈപ്പ് 1 വൈറസ്, ടൈപ്പ് 2 വൈറസ് എന്ന് പറഞ്ഞ് മാറ്റം വരുന്നത് കൊണ്ടും ജനിതക മാറ്റം വരുന്നത് കൊണ്ടും ഈ വൈറസ് കൂടുതലായിട്ട് വീണ്ടും ആവശ്യമ്പം രോഗികൾക്ക് ഉണ്ടാകുന്ന ഈ ശാരീരിക പ്രശ്നങ്ങൾ കൂടുക ചെയ്യണേ. അപ്പോൾ പണ്ടൊക്കെ ഒരു വൈറൽ പനി എന്ന് വന്നാൽ നമ്മൾ ഒരു പനീൻ്റെ ഗുളികയും ജലദോഷത്തിൻ്റെ ഗുളികയും കൊടുത്ത് 4 ദിവസം കഴിഞ്ഞ് മാറിയ ആ വ്യക്തിക്ക് തന്നെ നെക്സ്റ്റ് ഇയറിൽ നെക്സ്റ്റ് വൈറസ് കൊണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വൈറൽ ഫീവർ വന്ന ആൾ അത് ഡെങ്കു വൈറസ് ആണോ നമ്മൾ നോക്കിയിട്ട് പോലും ഉണ്ടാവില്ല, അവരങ്ങനെ അങ്ങ് മാറിയിട്ടുണ്ടാവും. അപ്പോൾ സെക്കൻഡ് ടൈപ്പ് ഓഫ് വൈറസ് അടുത്ത വർഷം വരുമ്പോൾ അത് കുറച്ചും കൂടി ശാരീരിക ന്യൂനത കൂടുതലുണ്ടാകും. ഭയങ്കര ബോഡി പെയിനും, ഭയങ്കര കണ്ണുവേദന, കഴുത്ത് വേദന, തലവേദന, വൊമിറ്റിംഗ്, എല്ലാം ബോഡി അപ്സെറ്റ് ആവുക, അതിൻ്റെതായ അസ്വസ്ഥതകളെല്ലാം വരിക. അപ്പം അപ്സെറ്റ് ആവുന്നതുകൊണ്ടാണ് അവർ ഛർദ്ദിക്കുകയും മറ്റുമൊക്കെ വരുന്നത്, ക്ഷീണിക്കുന്നത്. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന അണുക്കളായ പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ അത് പെട്ടെന്ന് ഈ വൈറസിൻ്റെ ആൻറ്റിബോഡി പ്രവർത്തനം കൊണ്ട് പെട്ടെന്ന് അത് കുറച്ച് പ്ലേറ്റ്ലെറ്റ് എണ്ണം കുറയാണ്, നശിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ നോർമലി 1.5 ലക്ഷം മുതൽ 4 ലക്ഷം വരെയാണ് പ്ലേറ്റ്ലെറ്റിൻ്റെ കൗണ്ടെങ്കിൽ ഈ ബാധിച്ച ആദ്യ തുടക്ക ദിവസങ്ങളിലൊക്കെ പേഷ്യൻസിന് 1 ലക്ഷവും ഒക്കെ ഉണ്ട്. പിന്നെ അത് 80,000 70,000 ഒക്കെ ആവുമ്പോഴേക്ക് ഈ പ്ലേറ്റ്ലെറ്റ് കുറയുന്നതിൻ്റെ പേരിൽ രക്തത്തിന് കട്ട പിടിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുകയും ശരീരത്തിൽ അവിടെ ഇവിടെയൊക്കെ രക്തം പൊടിയുകയും ചെയ്യും. ഈ രക്തം പൊടിയുന്നതാണ് നമ്മൾ ഈ ചുവന്ന പാടുകളായിട്ട് ആദ്യം കാണുക. പിന്നെ കുറച്ചും കൂടി പ്ലേറ്റ്ലെറ്റ് ഒരു 50,000-ൽ താഴെയൊക്കെ പോകുമ്പോൾ ഒന്നും കൂടി രോഗിയുടെ അവസ്ഥ മോശമാവുകയും രക്തം നല്ലവണ്ണം വരാൻ തുടങ്ങും. മൂക്കുന്ന് വരിക, മോണയിൽ നിന്ന് വരിക, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ പ്ലേറ്റ്ലെറ്റ് രോഗിക്ക് കയറ്റേണ്ടി വരുന്നത്. മനുഷ്യനെ കൊന്നൊടുക്കുന്ന കലാപങ്ങളും യുദ്ധങ്ങളും സൃഷ്ടിച്ച മരണങ്ങളുടെ ഭീതിപ്പെടുത്തുന്ന കണക്കുകൾ പോലും കൊതുകുകൾക്ക് മുന്നിൽ എത്രയോ നിസ്സാരമാണ്. 2016 മനുഷ്യകരങ്ങളാൽ കൊല ചെയ്യപ്പെട്ടത് 4,75,000-ഓളം പേരാണെന്ന് ബന്ധപ്പെട്ട രേഖകൾ സൂചിപ്പിക്കുന്നു. എന്നാൽ കൊതുകുകൾ കൊന്നൊടുക്കിയ ആളുകളുടെ എണ്ണം ഇതിൻ്റെ ഇരട്ടിയോളം വരും. ലോകാരോഗ്യ സംഘടനയുടെ റിപ്പോർട്ട് അനുസരിച്ച് കഴിഞ്ഞ വർഷം മാത്രം കൊതുകുജന്യ രോഗങ്ങളിലൂടെ ജീവഹാനി സംഭവിച്ചവരുടെ എണ്ണം 8,30,000-ൽ കൂടുതലാണ്.
ലോകത്ത് വളരെയധികം മരണം സംഭവിക്കുന്ന ഒരു അസുഖമാണ് മലേറിയ, കൊതുക് പരത്തുന്ന അസുഖം. അതിൽ തന്നെ ഫാൾസിപ്പാരം മലേറിയ വന്നാൽ മരണസാധ്യത കൂടുതലാണ്. നമുക്ക് മലേറിയ എൻഡമിക് ഏരിയയിലുള്ള ആളുകൾ ധാരാളമായിട്ട് നമ്മുടെ ജില്ലയിലുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുണ്ട്. അതായത് ഇതര സംസ്ഥാന തൊഴിലാളികൾ. അവരുടെ ചില സംസ്ഥാന, ബംഗാൾ ആയാലും ഒറീസ ആയാലും അതുപോലെ ആസാം ആയാലും എല്ലാ സ്ഥലങ്ങളിലും മലേറിയ കേസുകളുണ്ട്. ഗുജറാത്ത്, നമ്മുടെ മഹാരാഷ്ട്ര, അവിടെ നിന്നൊക്കെയുള്ള ആളുകൾ ഇവിടെ ജോലിക്ക് വരുമ്പോൾ അവർ വാഹകരാണ്. കൊതുകുകൾക്ക് നേരിട്ട് രോഗമുണ്ടാക്കാൻ കഴിയില്ല. യഥാർത്ഥത്തിൽ കൊതുക് കടിയിലൂടെ മനുഷ്യ ശരീരത്തിലെത്തുന്ന സൂക്ഷ്മജീവികളാണ് രോഗകാരികൾ. ഇതര ജീവജാലങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രജനനശേഷിയിൽ കൊതുകുകൾ വളരെ മുൻപന്തിയിലാണ്. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിൽ ചിലയിനം കൊതുകുകൾ 100 മുതൽ 300 വരെ മുട്ടകളിടുന്നു. മുട്ടകൾ വിരിഞ്ഞ് വിവിധ ജീവിതഘട്ടങ്ങളിലൂടെ കടന്ന് പൂർണ്ണ വളർച്ചയെത്താൻ വേണ്ടത് കേവലം ഒരാഴ്ചയും. ഇതുകൊണ്ട് തന്നെ ഉയർന്ന പ്രത്യുൽപാദന ശേഷിയുള്ള കൊതുകുകളെ പൂർണ്ണമായി നിർമ്മാർജ്ജനം ചെയ്യുക എന്നത് അസാധ്യമാണ്. കൊതുകുകൾക്ക് മുട്ടയിട്ട് വളരാൻ വലിയ കുളങ്ങളുടെയോ വെള്ളക്കെട്ടുകളുടെയോ ആവശ്യമില്ല. കേവലം 5 മില്ലി വെള്ളത്തിൽ പോലും ഇവ മുട്ടയിട്ട് പെരുകുന്നു. പലപ്പോഴും നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന സാഹചര്യങ്ങളിലാണ് കൊതുകുകൾ കൂടുതൽ വളരുന്നതും അപകടം വിതയ്ക്കുന്നതും. വീടുകളിലെ ടാങ്കിൽ വെള്ളം ശേഖരിച്ച് വെച്ചേക്കണതിൽ കൊതുകുകളുണ്ട്, എൻ്റെ കൂത്താടിയുണ്ട്. വീടിൻ്റെ ടോപ്പുകളിൽ വെള്ളം മുഴുവൻ ഒലിച്ചു പോകാത്തടത്ത് കൂത്താടിയുണ്ട്. വീടിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫ്രിഡ്ജിൻ്റെ അടിയിലിരിക്കുന്ന ട്രെയിൻ്റെ അടിയിൽ കൂത്താടിയുണ്ട്. വെള്ളം അവിടെ എടുത്ത് കളയാഞ്ഞിട്ട് ഒരു 2 ആഴ്ചയൊക്കെ. പിന്നെ ഈവൻ നമ്മളെ പാത്രങ്ങൾ ഇങ്ങനെ കഴുകിയിട്ട് സ്റ്റാൻഡിൽ വെക്കണേ, ആ സ്റ്റാൻഡിൻ്റെ അടിയിൽ വരെ കൂത്താടിയുണ്ട്. പിന്നെ പല വീടുകളും, വലിയ വലിയ വീടുകളിൽ 5ഉം 6ഉം ബെഡ്റൂമുകളും ബാത്റൂമും ഉള്ളിടത്ത് 1-2 റൂം ഉപയോഗിച്ചിട്ട് മറ്റ് ബാത്റൂമുകൾ ഉപയോഗിക്കാതിടുകയാണ്. അതിലൊക്കെ വെള്ളം ആഴ്ചയിലൊരിക്കൽ പകർന്ന് അതിനുള്ളിലെ ഒഴുകിപ്പോകാൻ അനുവദിക്കണം, ഫ്ലഷ് ചെയ്യണം 2 ദിവസം കൂടെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ. ഇല്ലെങ്കിൽ കൂത്താടി അതിലേക്ക് മുട്ടയിട്ടിട്ടുണ്ടെങ്കിൽ ഒരാഴ്ചയ്ക്ക് ആ ബാത്റൂമിൽ ആരും കയറിയിട്ടില്ലെങ്കിൽ അത് ഇതായി പോകണം. അപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ പല മാർഗങ്ങളും, ഇവൻ നമ്മളൊരു സൺഷെയ്ഡിൽ നിന്ന് വെള്ളം വീഴണം, നമ്മളൊരു നീല ഷീറ്റ് ഒരു കാർ പാർച്ചിൻ്റെ മുകളിൽ വലിച്ചു കെട്ടിയിരിക്കണോ, അത് ചെറിയ കുമിളകൾ രൂപപ്പെടുന്നിടത്തൊക്കെ വെള്ളം കെട്ടിയിരിക്കുന്നിടത്ത് കൊതുകുണ്ടാവും. എല്ലാ സാഹചര്യം. പിന്നെ വേസ്റ്റ് കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയണം. ഇപ്പം നിങ്ങൾ ഇന്നലെ തന്നെ ഇവിടെ ശുചീകരണം നടത്തിയപ്പോൾ കണ്ടത് ഈ പാക്കൊക്കെ തിന്ന അതിൻ്റെ പാക്കറ്റ്, ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റൊക്കെ, നമ്മൾ ലേസിൻ്റെ പാക്കറ്റൊക്കെ ഇങ്ങനെ കീറി കഴിച്ചതിന് ശേഷം വലിച്ചെറിഞ്ഞിട്ടുണ്ടല്ലോ, അതിലൊക്കെ ഒരു 30 മില്ലി 50 മില്ലി വെള്ളം കിടക്കുന്നുണ്ട്. ആ വെള്ളത്തിലൊക്കെ ഉണ്ട്. ഒരു ഭയാനക പ്രശ്നം. അതായത് ഒരു ചെറിയ നോക്കൂ, ഒരു ഗ്ലേസ് കുട്ടികളെ കഴിച്ചിട്ട് വലിച്ചെറിഞ്ഞ കവറിൽ പോലും വെള്ളം കെട്ടിയിരിക്കുന്ന സ്റ്റേജാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അപ്പം ആ ഒരു സാഹചര്യം ഇത് ഒരു പ്രശ്നമായിട്ട് നമുക്കിതൊരു സാമൂഹ്യ ഇഷ്യൂ ആണ്. എനിക്ക് മാത്രമല്ല, എൻ്റെ അയൽവക്കക്കാരനും കൂടി സേവ് ചെയ്യേണ്ട ഒരു ഇഷ്യൂ ആയതുകൊണ്ട് മാലിന്യ നിർമ്മാർജ്ജനവും ഈ വെള്ളം കെട്ടി നിൽക്കാനുള്ള അവസ്ഥയെ ഒഴിവാക്കിയാൽ നമുക്ക് ഒന്ന് രക്ഷപ്പെടാം. കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾ വലിയ വാണിജ്യ പ്രാധാന്യമുള്ള ഒരു മേഖലയായി വളർന്നു കഴിഞ്ഞു. മാരക രോഗങ്ങളുടെ വാഹകരായ കൊതുകുകളെ നശിപ്പിക്കാനുതകുന്ന നിരവധി ഉൽപ്പന്നങ്ങൾ കമ്പോളങ്ങളിൽ ലഭ്യമാണ്. ഇവയുടെ അമിതമായ ഉപയോഗം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുമെന്നത് മറ്റൊരു വശം. കൊതുക് നശീകരണം ഫലപ്രദമാക്കാൻ പരിസര ശുചീകരണത്തിലൂന്നിയ പ്രവർത്തനങ്ങളാണ് വേണ്ടത്. ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും പരിസര ശുചീകരണവുമാണ് കൊതുക് നിവാരണത്തിനുള്ള സ്ഥായിയായ മാർഗങ്ങൾ. മഴക്കാലം വരുന്നതിന് മുന്നോടിയായി മഴക്കാല കൊതുക് ശുചീകരണ ക്യാമ്പയിൻ കേരളത്തിലെ എല്ലാ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി വാർഡുകളിലും സംഘടിപ്പിക്കാനായിട്ട് നിർദ്ദേശവും അതിനാവേണ്ട ഫണ്ടും കൈമാറാറുണ്ട്. എല്ലാ പ്രദേശങ്ങളിലും വാർഡ് തല ശുചീകരണ സമിതികൾ കൂടി എവിടേക്കാണ് ഹോട്ട്സ്പോട്ടുകൾ, എവിടേക്കാണ് പ്രശ്നബാധിത പ്രദേശങ്ങളിൽ ആദ്യം സർവേ നടത്തുകയും സർവേയിൽ കണ്ടെത്തുന്ന പ്രശ്നങ്ങളെ അത് ദൂരീകരിക്കാൻ വേണ്ടി എന്ത് പ്രവൃത്തിയാണ് വേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ കണ്ടെത്തി പഞ്ചായത്തിന് റിപ്പോർട്ട് നൽകുകയും പഞ്ചായത്ത് ഭരണസമിതി അത് അംഗീകരിച്ചും കൊണ്ട്
തിരിച്ച് വാർഡ് ലെവൽ സമിതിക്ക് കൊടുക്കുകയും വാർഡ് ലെവൽ സമിതി നടപ്പിലാക്കണം എന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. ആ ഒരു വാർഡിന് 25,000 രൂപ എന്ന നിരക്കിൽ ഈ പ്രവൃത്തികൾക്കായിട്ട് എല്ലാ വർഷവും ലഭിക്കാറുണ്ട്. അത് പഞ്ചായത്തുകൾ ഫലവത്തായി ഉപയോഗിക്കുകയും അത് ബോധവൽക്കരണ പരിപാടികളാവാം, നേരത്തെ പറഞ്ഞ ഹോട്ട്സ്പോട്ടുകൾ, ഇങ്ങനെ മാലിന്യം കുന്നുകൂടി കിടക്കുന്ന സ്ഥലങ്ങളാവാം, അത് വൃത്തിയാക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മറ്റു പകർച്ചവ്യാധികൾ തടയാൻ വേണ്ടിയിട്ട് ക്ലോറിനേഷൻ അതുപോലെല്ലാം പ്രവൃത്തികൾക്കൊക്കെ തന്നെ ഉപയോഗിക്കാം. കൊതുകു നിവാരണ പ്രവർത്തനങ്ങൾക്കായി സർക്കാർ കോടികൾ ചെലവഴിക്കുമ്പോൾ തന്നെ സർക്കാർ സ്ഥാപനങ്ങൾ കൊതുകുകളുടെ വളർത്തു കേന്ദ്രങ്ങളായി മാറുന്ന കാഴ്ചകളാണ് വേങ്ങര പോലീസ് സ്റ്റേഷൻ പരിസരത്ത് കാണുന്നത്. ചില വാഹനങ്ങളിൽ വെള്ളം കെട്ടി നിന്നിട്ട് അത് ശുദ്ധജലമായി തന്നെ നിൽക്കുന്നതുകൊണ്ട് ഈ കൊതുകുകൾ ശരിക്കും പറഞ്ഞാൽ ഡെങ്കിപ്പനിയുടെ കൊതുകുകൾ വ്യാപകമായി വളരുകയും വേങ്ങര സ്റ്റേഷനിൽ മാത്രം 10-15ഓളം പോലീസുകാർക്ക് ഡെങ്കിപ്പനി ബാധിക്കുകയും ചെയ്തു. ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കളക്ടറുടെ മുമ്പിലും RDOയുടെ മുമ്പിലും അവതരിപ്പിക്കുകയും അവരതിന് പ്രത്യേക ഇനിഷ്യേറ്റീവ് എടുത്ത് ഈ പ്രദേശത്ത് ഡെങ്കിപ്പനി ബാധിക്കുന്നതിന് കാരണമായ ഈ വേങ്ങര പോലീസ് സ്റ്റേഷനിലെ കുറേ വണ്ടികളിലെ വെള്ളം കെട്ടിയിരിക്കുകയാണെന്ന് മെഡിക്കൽ DMOയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം ഒന്ന് പരിശോധിക്കുകയും അവർ റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ RDOയുമായിട്ട് ബന്ധപ്പെട്ടു എത്രയും പെട്ടെന്ന് ഈ വാഹനങ്ങളെ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ ലേലം ചെയ്ത് ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഏകദേശം 200ഓളം വാഹനങ്ങളുടെ ലിസ്റ്റ് അടിയന്തരമായി തയ്യാറാക്കി കൊടുത്തിട്ടുള്ളതും അത് ലേലം ചെയ്യാൻ വേണ്ട നടപടി സ്വീകരിച്ചു വരുന്നതാണ്. അത് കൂടാതെയുള്ള വാഹനങ്ങൾ കോടതിയിൽ കേസിൽപ്പെട്ട വാഹനങ്ങളാണ്. അവയെ എത്രയും പെട്ടെന്ന് ഡിസ്പോസ് ചെയ്യാൻ വേണ്ട നടപടികളും സ്വീകരിച്ച് ഈ പ്രദേശത്തെ വ്യാപകമായിക്കൊണ്ടിരിക്കുന്ന ഡെങ്കിപ്പനിക്ക് ഒരു അറുതി വരെ പരിഹാരം ഉണ്ടാക്കാൻ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നീക്കങ്ങൾ നടത്തിയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീട്ടിലെ മാലിന്യത്തിൻ്റെ ഉത്തരവാദിത്തം നമുക്കായിരിക്കണം. ഇപ്പം എൻ്റെ മാലിന്യം എൻ്റെ ഉത്തരവാദിത്തം. അങ്ങനെ മാലിന്യങ്ങളെ ഉറവിടത്തിൽ സംസ്കരിക്കാനും ജൈവ മാലിന്യങ്ങൾ പരമാവധി വീട്ടിൽ തന്നെ സംസ്കരിച്ച് എന്നൊരു കൾച്ചർ ഡെവലപ്പ് ചെയ്യണം. അജൈവ മാലിന്യങ്ങൾ തരംതിരിച്ച് ശേഖരിച്ച് വെക്കണം. അത് പ്രദേശത്തെ പാഴ്വസ്തു വ്യാപാരികൾക്കോ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്കോ കൈമാറാനുള്ളൊരു വ്യവസ്ഥ നാട്ടിൽ വരണം. കേവലം വാരാചരണങ്ങൾ മാത്രം മതിയാവില്ല. പകരം സുസ്ഥിരമായ എല്ലാ വർഷവും എല്ലാ ദിവസവും എല്ലാവരും ചെയ്യുന്ന പരിപാടിയായിട്ട് ഇത് മാറണം. എല്ലാവരും ഏറ്റെടുക്കണം. ഞങ്ങൾക്ക് വേണ്ടി ഇത് വേറെ ആരോ ചെയ്തു തരേണ്ട ഒരു പ്രവൃത്തിയാണ് മാലിന്യ സംസ്കരണം എന്നൊരു തോന്നലാണ് മനുഷ്യ മനസ്സിലുള്ളത്. അത് മാറണം. കാരണം തനിക്കും ഇതിലൊരു പങ്കുണ്ട് എന്നുള്ളത് തിരിച്ചറിയാനുള്ളതായ താനാണിത് ഉൽപ്പാദിപ്പിക്കുന്നത്, താനാണിതിൻ്റെ സോഴ്സ് എന്നുള്ളത് ഇപ്പോഴും അവർ തിരിച്ചറിയുന്നില്ല. അതെങ്കിൽ അതൊരു അജ്ഞതയാണ്. ഏത് രീതിയിലാണ് ഞങ്ങളുടെ മാലിന്യങ്ങൾ സംസ്കരിക്കേണ്ടത് എന്നുള്ളത് തിരിച്ചറിവും ഇല്ലാതെ പോകുന്നു. താൽക്കാലിക മാത്രമായ ഒരു മരുന്ന് കൊണ്ടോ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു തവണയുള്ളതായ ഒരു മാലിന്യ നിർമ്മാർജ്ജനം കൊണ്ടോ ഇത് നിലനിർത്താൻ, അതായത് ഈ ഒരു രീതിയിലുള്ളതായ അവസ്ഥയെ തടയാൻ വേണ്ടി നമുക്ക് കഴിയില്ല. തടയണമെങ്കിൽ അതിന് സുസ്ഥിരമായ ഒരു വികസന പദ്ധതിക്ക് രൂപം നൽകണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് ജനപങ്കാളിത്തമാണ്. ജനങ്ങളാണ്. അവരെ വിശ്വസിക്കണം. അത് ഭരണാധികാരികളായാലും ശരി, രാഷ്ട്രീയക്കാരായാലും ശരി, എല്ലാവരെയും കൂട്ടിണക്കിക്കൊണ്ടുള്ളതായ ഏറ്റവും പറയുക ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അവനെ മനസ്സിലാക്കി ബോധവൽക്കരിച്ചുകൊണ്ട് സ്വയം ഒരു തിരിച്ചറിവിൻ്റെ ലോകത്തേക്ക് കൊണ്ടുവന്ന് മാത്രമേ ഇതുണ്ടാക്കാതെ ഇത് പൂർണ്ണമായിട്ടും നമ്മൾക്കൊരു മാലിന്യമില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളതായ പകർച്ചവ്യാധികൾ പരക്കാത്തതായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ആകാശത്തൂന്ന് താഴേക്ക് നോക്കിയാൽ ചന്തത്തിലിന്റെ നാട് അച്ചയുടുത്തിട്ട് പാൽനദി തൊങ്ങലിട്ടാകെ തുടുത്തതാണ് നിന്റെ നാട്.
പ്രകൃതി സ്വച്ഛമാം കാറ്റും പരിസ്ഥിതിയും നമുക്കൊന്നിച്ചു നാടിനെ വീണ്ടെടുക്കാം. വ്യക്തിശുചിത്വം പോലത്രയും ശുദ്ധമായി കാക്കണം വീടും പരിസരവും. നമ്മുടെ മാലിന്യം നമ്മുടെ